നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി. ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു. ഉദ്ഘാടനം മാർച്ച് 9 ശനിയാഴ്ച രാവിലെ 10 മണിക്ക്. ശോഭിക വെഡിങ്സ്, നിലമ്പൂർ. ബാങ്ക് മാനേജർ ചമഞ്ഞ് തട്ടിപ്പ് തൊഴിലാക്കിയ യുവാവ് എടക്കര പോലീസ് പിടിയിൽ. എറണാകുളം എടപ്പള്ളിയിൽ VTC മാളിയേക്കൽ റോഡ് അമൃതം ഗൗരിയിൽ താമസിക്കും കിഷോർ ശങ്കർ ആണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 27-ന് ചുങ്കത്തറയിലെ മൊബൈൽ ഷോപ്പ് ഉടമ ചെന്നൈയിലേക്ക് ബിസിനസ് ആവശ്യാർത്ഥം ട്രെയിനിൽ പോകുന്ന സമയം അതേ കമ്പാർട്ട്മെന്റിൽ മാന്യമായ വേഷം ധരിച്ച് തീർത്ഥാടകനെ പോലെ യാത്ര ചെയ്യുകയായിരുന്ന മറ്റൊരു യാത്രക്കാരൻ താൻ കനറ ബാങ്ക് മാനേജറാണെന്നും തിരുപ്പതിയിലേക്ക് ക്ഷേത്ര ദർശനത്തിന് പോവുകയാണെന്നും കൂടെ സുഹൃത്ത് ഉണ്ടെന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരു ആന്ധ്ര വിജയവാഡ സ്വദേശി ഡോക്ടറാണെന്നും പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കുകയും 3 പുതിയ ഫോണുകൾ ആവശ്യമുണ്ടെന്നും തിരിച്ചെത്തിയാൽ മഞ്ചേരിയിൽ ബാങ്ക് ഓഡിറ്റിന് വരുന്നുണ്ടെന്നും അവിടെ എത്തിച്ചു തരാൻ ഓർഡർ നൽകുകയും ചെയ്ത ശേഷം പരസ്പരം മൊബൈൽ ഫോൺ നമ്പർ കൈമാറുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് ചെന്നൈയിൽ നിന്നും ചുങ്കത്തറ ഷോപ്പിൽ മടങ്ങിയെത്തിയ ഉടമയെ തേടി ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടയാൾ കടയിൽ യാദൃശ്ചികമായി വരികയും ഫോണുകൾ നോക്കി വാങ്ങിയ ശേഷം ഗൂഗിൾ പേ വഴി പണം അയക്കാൻ ശ്രമിക്കുകയും എന്നാൽ പണം അക്കൗണ്ടിൽ എത്തിയ മെസ്സേജ് വന്നിട്ടില്ല എന്ന് ഷോപ്പ് ഉടമ പറഞ്ഞപ്പോൾ നെറ്റ് ഇഷ്യൂ ആണ്, കയറിക്കോളും എന്നും പറഞ്ഞ് 27,000 രൂപ വില വരുന്ന 3 ഫോണുകളുമായി പോയ ശേഷം ഷോപ്പുടമ വിളിക്കുമ്പോഴെല്ലാം പണം നൽകാതെ ഓരോന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. കൂടെ ഷോപ്പുടമയ്ക്ക് ബാങ്കിൽ നിന്നും വലിയ തുകയുടെ ലോൺ ശരിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിന്റെ പ്രോസസിംഗ് ചിലവിലേക്കായി 5,000 രൂപ കൂടി ആവശ്യപ്പെട്ട് വിളിക്കാനും തുടങ്ങി. ഷോപ്പുടമ ഇയാളുടെ വേഷവും സംസാരവും കണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് ഉറപ്പിച്ചത് കാരണം സംശയിച്ചതുമില്ല. പണം ആവശ്യപ്പെട്ട് പല ഫോൺ നമ്പറിൽ നിന്നായി വാട്സ്ആപ്പ് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ഷോപ്പുടമയ്ക്ക് കബളിപ്പിക്കപ്പെട്ടതായി സംശയം തോന്നിയതിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് എടക്കര പോലീസും പ്രത്യേക അന്വേഷണ സംഘവും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ലഭിച്ച പ്രതിയുടെ ഫോട്ടോ പുറത്തുവിട്ടതോടെയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ മഞ്ചേരി ടൗണിൽ മൊബൈൽ ഷോപ്പിൽ ഇതേ പ്രതി എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത്. മഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിൽ പ്രതിയെ എടക്കരയിലെത്തിച്ച് CI അനീഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതിൽ പ്രതി സംസ്ഥാനത്തിനകത്തും പുറത്തും ഇത്തരം നിരവധി തട്ടിപ്പുകൾ നടത്തി ആർഭാട ജീവിതം നയിച്ചു വരുന്ന ആളാണെന്നും 2021 തൃശൂർ വെസ്റ്റ് പോലീസ് ഇയാളെ സമാന കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിൽവാസം കഴിഞ്ഞ് ജാമ്യത്തിൽ കഴിഞ്ഞു വരികയാണെന്നും തെളിഞ്ഞു. അവിവാഹിതനായ പ്രതി കിഷോർ ശങ്കർ 4 വർഷമായി വീട് വിട്ട് ചുറ്റിക്കറങ്ങി തട്ടിപ്പുകൾ നടത്തിവരികയായിരുന്നു. പല മേൽവിലാസം നൽകുന്നതിനാൽ കബളിപ്പിക്കപ്പെടുന്നവർക്കും പോലീസിനും പ്രതിയെ കണ്ടുപിടിക്കാനും പ്രയാസമായിരുന്നു. പ്രതി സ്വന്തം പേരിൽ സിം കാർഡ് എടുക്കാത്തതും കബളിപ്പിക്കലിന് വേണ്ടി മാത്രമേ മൊബൈൽ നമ്പർ ഉപയോഗിക്കാറുള്ളൂ എന്നതും പോലീസിനെ കുഴക്കിയിരുന്നു. ചുങ്കത്തറ ഷോപ്പുടമയെ കബളിപ്പിച്ച് കൈക്കലാക്കിയ ഫോണുകൾ, വിവിധ ബാങ്കുകളുടെ ATM കാർഡുകൾ, വിസിറ്റിംഗ് കാർഡുകൾ, ലോൺ അപേക്ഷാ ഫോറങ്ങൾ എന്നിവ പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. പ്രതി എപ്പോഴും തീർത്ഥാടക വേഷം ധരിക്കുന്നതിനാലാണ് എളുപ്പത്തിൽ ആളുകൾ കബളിപ്പിക്കലിന് ഇരയാകുന്നത്. പെരിന്തൽമണ്ണയിൽ മുറിയെടുത്ത് താമസിച്ച് ദിവസവും മഞ്ചേരി ാണ് തട്ടിപ്പുകൾ നടത്തിവരുന്നത്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എടക്കര CI അനീഷ്, SI മാരായ റോബർട്ട്, ശിവകുമാർ, സ്ക്വാഡ് അംഗങ്ങളായ SI M അസൈനാർ, SUPO സെലീം പൂവത്തിക്കൽ, എടക്കര സ്റ്റേഷനിലെ ASI മുജീബ്, CPO ഷഫീഖ്, ഡാൻസാഫ് ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ. 20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, നിലമ്പൂർ. കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.